Hi everyone. In this video, we have to discuss the topics that related to contract, that is tenders, and these tenders can be also known as bids. So moving on to in detail, the tenders that can be defined in such a way that it's an offering. അതായത് ടെൻഡേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓഫറാണ് ബിറ്റ്വീൻ കോൺട്രാക്ടർ ആൻഡ് ദ ഓണർ. കോൺട്രാക്ടറും ഓണറും തമ്മിലുണ്ടാകുന്ന ഒരു ഓഫറിങ് അല്ലെങ്കിൽ ഒരു ഓഫർ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ റിട്ടൺ ഫോം. അതൊരു റിട്ടൺ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ടെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ടെൻഡേഴ്സ് ഇസ് ദ ഓഫർ ഇൻ റിട്ടൺ ഫോമാറ്റ് to execute some specified work at a certain rates within a fixed time under certain conditions of contract and agreement between the contractor and the owner or party. അപ്പോൾ ടെൻഡർ എന്ന് പറയുന്നത് ഒരു ഓഫറാണ്, ഒരു റിട്ടൺ ഫോമാറ്റിലായിരിക്കും അതുണ്ടാവുക. ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് സർട്ടൻ വർക്ക് അറ്റ് എ സ്പെസിഫിക് റേറ്റ് അണ്ടർ സർട്ടൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അണ്ടറിൽ ഒരു സ്പെസിഫിക് റേറ്റിൽ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാക്ടറും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പാർട്ടി, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ഓഫർ റൈറ്റിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെൻഡേഴ്സ് എന്ന് പറയുന്നത്. സോ ദ പർപ്പസ് ഓഫ് ടെൻഡർ ദാറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ഹിയർ. ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് റിക്വയർഡ് ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് എ വർക്ക് ത്രൂ എ കോൺട്രാക്ടർ. ഒരു കോൺട്രാക്ടർ ആയിട്ടുള്ള ഒരു വർക്ക് എക്സിക്യൂഷന് നമുക്ക് എന്ത് വേണം, ടെൻഡർ വേണം. അതിനു വേണ്ടിയാണ് നമ്മൾ ടെൻഡേഴ്സ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ആൻഡ് ബൈ ദിസ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഒബ്റ്റെയിൻ ലോവസ്റ്റ് കോസ്റ്റ് ആൻഡ് സെലക്ട് എക്സ്പീരിയൻസ്ഡ് ആൻഡ് കോമ്പറ്റൻറ്റ് കോൺട്രാക്ടേഴ്സ് ടേക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് കോൺട്രാക്ടേഴ്സ്. അതായത് നമ്മളൊരു ടെൻഡർ വിളിക്കുന്നതിലൂടെ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്, അല്ലെങ്കിൽ ആ ഒരു ടെൻഡർ കോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ലോവസ്റ്റ് കോസ്റ്റിൽ എക്സ്പീരിയൻസ്ഡും കോമ്പീറ്റൻറ്റും ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുന്നു. എങ്ങനെ? നമ്മളൊരു ടെൻഡർ വിളിക്കുന്ന സമയത്ത് ഒരുപാട് കോൺട്രാക്ടേഴ്സ് ആ ടെൻഡറിലേക്ക് വരുമായിരിക്കും. അപ്പോൾ എന്താവാണ്, ഇൻഡയറക്റ്റ്ലി അവർ തമ്മിൽ ആ കോൺട്രാക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുക. അവരിൽ ആരാണോ ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലോവസ്റ്റ് കോസ്റ്റിൽ മാക്സിമം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അവരെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻഡയറക്റ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ നടക്കാം. അങ്ങനെ ഈ കോമ്പറ്റീഷൻ്റെ അഡ്വാൻറ്റേജസ് എടുത്തുകൊണ്ട് ആരാണോ ടെൻഡർ വിളിക്കുന്നത് അവർക്ക് എന്ത് കിട്ടുകയാണ്, ലോവസ്റ്റ് കോസ്റ്റിൽ എക്സ്പീരിയൻസ്ഡും കോമ്പീറ്റൻറ്റും ആയിട്ടുള്ള കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ടെൻഡറിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെന്ന് വിചാരിക്കുക, ടെൻഡറിനെ പറ്റി എഴുതാൻ വേണ്ടിയിട്ടാവുമ്പോൾ ആദ്യം ടെൻഡർ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഈ ഒരു കാര്യം കൂടെ, അതാണ് ഒരു ടെൻഡറിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അതെന്തിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ വേണ്ടി. സോ ലെറ്റ്സ് സീ സം ടെക്നിക്കൽ ടേംസ് ദാറ്റ് റിലേറ്റഡ് ടു ദിസ് ടെൻഡേഴ്സ്. ടെൻഡേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ ഈസ് എ ടെൻഡർ ഫോം. ഒരു ടെൻഡർ ഫോം എന്ന് പറയുന്നത് ഈ ടെൻഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടേമാണ്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇറ്റ്സ് എ പ്രിൻറ്റഡ് സ്റ്റാൻഡേർഡ് ഫോം ആൻഡ് ദിസ് ഗിവ് ദ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്, കോൺട്രാക്ട് റേറ്റ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് വർക്ക്, എസ്റ്റിമേറ്റഡ് മണി, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, the time allotted for the work, the column for signature of contractor and the officers, etc. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിൻറ്റഡ് സ്റ്റാൻഡേർഡ് ഫോമാറ്റിലുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ടെൻഡർ ഫോം എന്ന് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കാം ചോദിക്കുന്നത്, ടെൻഡർ ഫോം എന്താണെന്നുള്ളത്. സോ ഇറ്റ്സ് എ printed standard form giving the bill of quantities, contract rates and the cost of work, estimated money, security deposit, time allotted for the work, column for signature of both contractor and the officer. ഇത്രയും ചേരുമ്പോഴാണ് ഒരു ടെൻഡർ ഫോം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ നിങ്ങളൊരു ടെൻഡറിനെ പറ്റി ചോദിച്ചാൽ അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് എപ്പോഴും മാർക്ക് എത്രയാണെന്നുള്ളതും കൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ ഒരു ടെൻഡറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു, നിങ്ങൾക്കൊരു 10 മാർക്കിന് ടെൻഡറിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്ന ടെൻഡറിന് മാത്രമുള്ളത് എഴുതുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും 10 മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്തൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം അതിൻ്റെ അകത്തേക്ക്, ടെൻഡറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തൊക്കെ ടെക്നിക്കൽ ടേംസ് ഉണ്ടോ, എന്തൊക്കെ ടെക്നിക്കൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും അപ് ടു ദാറ്റ് മാർക്ക്, ആ ഒരു മാർക്കിലേക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ആ കാര്യം ഓർക്കാം.
The next term that related to tenders are tender document. So a tender document which is signed by the contractor page by page. ഒരു ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ പേരിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്, ഒരു കൈൻഡ് ഓഫ് ഡോക്യുമെൻ്റ് ആണ് ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഡോക്യുമെൻറ്റ് ദാറ്റ് ഇൻക്ലൂഡ് മെനി എൻട്രീസ്, കുറേ സാധനങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നെസസറി എൻട്രീസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫോർവേഡിങ് ലെറ്റർ, ഒരു ലെറ്റർ ഹെഡിലുള്ള ഒരു ലെറ്റർ ഉണ്ടാവും, ഒരു കോൺട്രാക്ടർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ആ ലെറ്റർ എന്ന് പറയുന്നത്. അലോങ് വിത്ത് ദാറ്റ് ദർ വിൽ ബി എ ഡ്രാഫ്റ്റ്, മണി ഡ്രാഫ്റ്റ് ഉണ്ടാവും. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റിന് വേണ്ടിയാണ്. ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നോട്ടിൽ തന്നിട്ടുണ്ട്, എന്താ ഏർണസ്റ്റ് മണി ഡെപ്പോസിറ്റ് എന്നുള്ളത്. ഇനി ഇതൊക്കെ തന്നെ ഈ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഫുള്ളി ക്ലോസ്ഡ് കവറിലായിരിക്കണം ആൻഡ് ഇറ്റ് വിൽ ബി സീൽഡ് ചെയ്തിരിക്കണം. ദെൻ ഇറ്റ് ഷുഡ് ബി ഡ്രോപ്ഡ് ഇൻ ദ ടെൻഡർ ബോക്സ്. ഒരു ടെൻഡർ ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, അതായത് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണോ ആ ടെൻഡർ ബോക്സ് ഉള്ളത് അത് ഡ്രോപ്പ് ചെയ്യുന്നത്, ഈ ടെൻഡേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ടെൻഡർ ഡോക്യുമെൻ്റ് ആണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. അതിനൊരു ടൈം ലിമിറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് ഈ ദിവസം ഒരു ഡെഡ് ലൈൻ ഉണ്ടാവും, ആ ദിവസത്തിനുള്ളിൽ വേണ്ടിവരും നമ്മൾ ഈ ടെൻഡേഴ്സൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി, സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള നമ്മൾ ആ ഒരു ടെൻഡർ ബോക്സിൽ ഈ ടെൻഡർ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ അത്രയാണ് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത് ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ടെൻഡർ ഡോക്യുമെൻറ്റിനെ പറ്റി നിങ്ങൾക്ക് എഴുതാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ എക്സാമിന് ചോദിച്ചിരിക്കുന്നു ഇതാ ടെൻഡർ ഡോക്യുമെൻറ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് ടെൻഡർ ഡോക്യുമെൻറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്, 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ടെൻഡർ ഡോക്യുമെൻ്റ് അല്ലേ ചോദിക്കുക, ആദ്യം ടെൻഡർ പറയുക, ടെൻഡർ ഡോക്യുമെൻറ്റ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി പറഞ്ഞു ഈ ടെൻഡർ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ് അല്ലേ, കുറേ എൻട്രീസ് ചേർന്നിട്ടാണ് ഒരു ടെൻഡർ ഡോക്യുമെൻ്റ് ആകുന്നത്. അപ്പോൾ ഈ ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെയാണ് എൻട്രീസ്, ഏതൊക്കെയാണ് ആ ഡോക്യുമെൻറ്റ് ഈ ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് വരുന്നതെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. സോ ദ ടെൻഡർ ഡോക്യുമെൻറ്റ്സ് ഇറ്റ്സ് മെയിൻലി കൺസിസ്റ്റ് ഓഫ് 12 എൻട്രീസ്. 12 സാധനങ്ങളുണ്ട് ഈ ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത്. ഓരോന്ന് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഓരോന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ദ ടെൻഡർ ഡോക്യുമെൻറ്റ് ഫസ്റ്റ് that include in tender document is NIT, that is notice inviting tender. ടെൻഡർ വിളിക്കുക എന്നാണ് പറയുക നമ്മൾ, കോൾ ഫോർ ടെൻഡർ. അപ്പോൾ അതിനുള്ള ഒരു നോട്ടീസ് ഉണ്ട്, നമ്മളിങ്ങനെ ഒരു ടെൻഡർ വിളിക്കുന്നുണ്ട് എന്നുള്ളത് കാണിക്കുന്നതിനുള്ള ഒരു നോട്ടീസ്, അതാണ് ഫസ്റ്റ് വൺ, നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടെൻഡർ ഫോമാണ്. അത് നമ്മളിപ്പോൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു ടെൻഡർ ഫോം എന്താണെന്നുള്ളത്. അതൊരു പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റിലുള്ള ഒരു പ്രിൻറ്റഡ് ഡോക്യുമെൻറ്റിനെയാണ്, ഒരു ഫോമിനെയാണ് നമ്മൾ ടെൻഡർ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്തൊക്കെ എൻട്രീസ് ഉണ്ടാവും എന്നുള്ള ബിൽ ഓഫ് ക്വാണ്ടിറ്റീസും വർക്കിൻ്റെ റേറ്റും അതുപോലെ തന്നെ അത് കംപ്ലീഷൻ്റെ ടൈം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെൻഡർ ഫോമിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്താണെന്നുള്ളത് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ ഒരു ടെൻഡർ വിളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരെ അറിയിക്കണം, അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള നോട്ടീസ് ഇൻവൈറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടെൻഡർ ഫോം എന്താണെന്നുള്ളത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ദ തേർഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ്. അപ്പോൾ യൂഷ്വലി ഞാൻ ഈ കോൺട്രാക്റ്റ് തുടങ്ങുമ്പോൾ പറഞ്ഞായിരുന്നു, ഇപ്പോൾ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മ്യൂച്വലി അവർ അഗ്രി ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ നമ്മളൊരു കോൺട്രാക്ട് ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, ഈ രണ്ട് പാർട്ടീസ് തമ്മിലൊരു കോൺട്രാക്റ്റ്, ഒരു അഗ്രിമെൻറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് ദർ ഷുഡ് ബി സർട്ടൈൻ കണ്ടീഷൻസ്, അവർ ചില കണ്ടീഷൻസ് പറയുന്നുണ്ടാവും. ഇത്ര എമൗണ്ട് ഓഫ് മണിക്ക് അല്ലെങ്കിൽ ഇത്ര മണിക്ക് വേണ്ടിയായിരിക്കണം ഈ വർക്ക് ചെയ്തു തരേണ്ടത്, ആ വർക്ക് ചെയ്തു തരുന്നതിന് ഇത്ര സമയം അലോട്ട് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ കുറേ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കുറേ കണ്ടീഷൻസ് സ്പെസിഫൈ ചെയ്യും, ക്ലോസസ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ, അതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് വെറുതെ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ പോരാ. ഈ ടെൻഡർ ഡോക്യുമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 സെൻറ്റൻസിൽ എന്ത് ചെയ്യുക, ഈ ഓരോന്നും എന്താണെന്നുള്ളതും കൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. വളരെ ചുരുങ്ങിയ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്താൽ മതി. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ വെറുതെ ഈ ഒരു എൻട്രീസിൻ്റെ പേര് മാത്രമേ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പക്ഷേ അതൊരു ഇപ്പോൾ 10 മാർക്കിൻ്റെ മുഴുവൻ മാർക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പം നമുക്ക് ആ ഒരു ലെവലിലേക്ക്, ആ ഒരു മാർക്കിന് അപ് ടു മാർക്ക് എന്നുള്ള രീതിയിൽ എഴുതണമെന്നുണ്ടെങ്കിൽ ഇതെന്തൊക്കെയാണെന്നുള്ളതും കൂടെ ഒന്ന് ചെറിയ നിങ്ങൾക്ക് മനസ്സിലായതുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ടെൻഡർ ഡോക്യുമെൻറ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി അതിൻ്റെ അകത്തുള്ള എൻട്രീസിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് NIT ആണ്, ദാറ്റ് ഈസ് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ. ദെൻ ടെൻഡർ ഫോം. ദ തേർഡ് വൺ ഈസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്. ദ ഫോർത്ത് വൺ ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക് ടു ബി ഡൺ.
ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് അല്ലേ, എന്തൊക്കെ ക്വാണ്ടിറ്റീസാണ് ആ ഒരു വർക്കിന് വേണ്ടുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ, അതിൻ്റെ ഡീറ്റെയിൽസ്, അതാണ് ഷെഡ്യൂൾ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൂൾസ് ആൻഡ് പ്ലാൻ ടു ബി സപ്ലൈഡ് ബൈ ക്ലയൻറ്റ്. അപ്പോൾ ക്ലയൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് പ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളത്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ആൻഡ് പ്ലാൻസ്, നമുക്കൊരു സ്പെസിഫിക് വർക്ക് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന് ചില ടൂൾസും പ്ലാനും അത്യാവശ്യമായിരിക്കാം. ചിലത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവാം, ചിലത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ പുറത്തുനിന്ന് റെൻറ്റിന് എടുക്കേണ്ടി വരുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിനൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ എന്തുണ്ടായിരിക്കണം, ഒരു ക്ലാരിറ്റി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ടൂൾസ് ആൻഡ് പ്ലാൻസ് ടു ബി സപ്ലൈഡ് ബൈ ദ ക്ലയൻറ്റ്, അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദ നെക്സ്റ്റ് വൺ ഈസ് സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദാറ്റ് കോൺട്രാക്ട് ദെൻ ദാറ്റ് ഷുഡ് ബി സ്പെസിഫൈഡ്. അതും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് സ്പെഷ്യൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ദെൻ ദ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ്. ഓൾറെഡി ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിലുണ്ടായിരുന്നു, ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻസ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്കിനെ പറ്റിയുള്ള ഒരു കറക്റ്റ് ഐഡിയ കിട്ടുന്നുണ്ടാവുള്ളൂ. സോ ദർ ഷുഡ് ബി കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് വർക്ക് ആൻഡ് ദ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽസ് ടു ബി യൂസ്ഡ്. എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യണം, എന്തൊക്കെയാണ് ആ ഒരു വർക്കിൻ്റെ സ്പെസിഫിക്കേഷൻസ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഈ ഒരു ഡോക്യുമെൻറ്റിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. Then there should be a set of approved drawings if they are necessary. അപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അപ്രൂവ്ഡ് ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡ്രോയിങ്സ് ആ ഒരു വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന രീതിയിലുള്ളതുണ്ടെങ്കിൽ അത് നമുക്ക് അതിനോട് അലോങ് ചെയ്ത് വെക്കാം. ദെൻ പ്രോഗ്രാം ഓഫ് വർക്ക്സ്, എങ്ങനെയാണ് ആ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതുള്ളതിൻ്റെ പ്രോഗ്രാം, അവരുടെ ഒരു ഷെഡ്യൂളോ മെത്തഡോളജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പ്രോഗ്രാം ഓഫ് വർക്ക്സ്. ആൻഡ് ദെൻ സ്പെസിഫൈ ദ നെയിം ഓഫ് അതോറിറ്റി ഹു ഈസ് കോമ്പിറ്റൻറ്റ് ടു ആക്സെപ്റ്റ് ഓർ റിജക്ട് ദ ടെൻഡർ. ടെൻഡർ ആക്സെപ്റ്റ് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു കോമ്പിറ്റൻ്റ് അതോറിറ്റി ഉണ്ട്, അപ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽസ്. ദെൻ ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് ഡിസ്പ്യൂട്ട്, വാട്ട് മെത്തേഡ് ദാറ്റ് വിൽ ബി അഡോപ്റ്റഡ് ഇൻ ഓർഡർ ടു റിസൊല്യൂട്ട് ദിസ് ഡിസ്പ്യൂട്ട്. ആ ഒരു ഡിസ്പ്യൂട്ടിനെ ഇല്ലാതാക്കുന്നതിന് ഏതൊരു മെത്തേഡായിരിക്കും അവർ എടുക്കുക എന്നുള്ളത്, അതിനെ പറ്റിയില്ല. നമുക്ക് 3 മെത്തേഡ് ഉണ്ട് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്നതിന്. അപ്പോൾ അതിൽ ഏത് മെത്തേഡായിരിക്കും എന്നുള്ളതിൻ്റെ ഏത് ചൂസ് ചെയ്യുന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ ദ നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് ദ വർക്ക് ആൻഡ് ഇറ്റ്സ് ലൊക്കേഷനും സ്കോപ്പ് ഓഫ് വർക്കും അതിൻ്റെ ഒരു നാച്ചുറലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരിക്കും ഒരു ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ അകത്ത് വരുന്ന എൻട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്, ടെൻഡർ ഡോക്യുമെൻറ്റ് അതിൻ്റെ ജനറൽ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അങ്ങനെയാകുമ്പോൾ ആദ്യം ടെൻഡർ എന്താണെന്നുള്ളത് പറഞ്ഞിട്ട് മാത്രമേ ടെൻഡർ ഡോക്യുമെൻറ്റിനെ പറ്റി നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു ഡിസ്ക്രൈബ് ടെൻഡർ, ദെൻ ദ ടെൻഡർ ഡോക്യുമെൻറ്റ്, ദെൻ ദ എൻട്രീസ് ഓഫ് ടെൻഡർ ഡോക്യുമെൻറ്റ്. എൻട്രീസ് ഓഫ് ടെൻഡർ ഡോക്യുമെൻറ്റ് എടുക്കുമ്പോൾ തന്നെ ഇതിൽ നമുക്ക് ടെൻഡർ ഫോം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു, അപ്പോൾ അതെന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ഉണ്ട്, അത് ഞാനിപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിൽ നോട്ടീസ് എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നോട്ടീസ് എന്താണെന്നുള്ളത് പറയാം. കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്, ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ വഴിയെ പഠിച്ചു വരുന്നതാണ്. അപ്പോൾ ആ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ രീതിയിൽ 1-2 സെൻറ്റൻസിലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന എൻട്രീസിനെയൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതുക. അങ്ങനെ ആകുമ്പോഴത്തേക്ക് തന്നെ ആ ഒരു ടെൻഡർ ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ടെൻഡർ നോട്ടീസ്. ഒരു ടെൻഡർ നോട്ടീസിനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഈ ഒരു നോട്ടീസ് എന്ന് പറയുന്നത് ഇതിൽ ചേഞ്ചസ് ഉണ്ടാവാം. ഓരോ ഓർഗനൈസേഷൻ്റെ നോട്ടീസുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെറിയ ചേഞ്ചസുകളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഫോമാറ്റിലും അതിൻ്റെ ഒരു സ്റ്റൈലിലൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. പക്ഷേ അതിൻ്റെ അകത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തായിരിക്കും, ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെയായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടീസ് കാണുമ്പോൾ നമുക്ക് കാണാം ആരാണ് ആ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത്, അവരുടെ ഇൻഫർമേഷൻസ് അവർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഈ മഹാരാഷ്ട്ര സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനി ലിമിറ്റഡ് ആണ് ഈ ഒരു നോട്ടീസ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം അവരുടെ ഒരു ഇൻഫർമേഷനാണ് ഏറ്റവും ടോപ്പിലായിട്ട് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ ആണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഏത് വർക്കിന് വേണ്ടിയാണ് ഇവർ ആ ടെൻഡർ വിളിക്കുന്നത്, ടെൻഡർ കോൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വർക്കിനാണെന്നുള്ളത് അതിനവരൊരു ടേബിളായിട്ടാണ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നിങ്ങളിങ്ങനെ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കുറേ ടെൻഡേഴ്സ് കാണാൻ പറ്റും. അതിനകത്ത് ന്യൂസ് പേപ്പറിൽ എടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ.
അപ്പോൾ അതിൽ യൂഷ്വലി ഇതുപോലെ ഒരു ടേബിളൊക്കെ വരച്ചിട്ടായിരിക്കാം, അങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ അധികവും ഇങ്ങനെ ടേബിളൊക്കെ വരച്ചിട്ടായിരിക്കും അവർ ഈ നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഏതൊക്കെ വർക്കാണെന്നുള്ളത് ചിലപ്പോൾ ഒറ്റ വർക്കിന് തന്നെയാവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർക്കുകൾക്ക് ഒരുമിച്ചായിരിക്കും അവർ ടെൻഡർ വിളിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള വർക്കായിരിക്കാം. അപ്പോൾ ഓരോ വർക്ക് എന്ന് പറഞ്ഞാൽ സിമിലർ ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ഒരൊറ്റ പ്രോജക്റ്റിൻ്റെ ആയിരിക്കാം, പക്ഷേ ഡിഫറെൻറ്റ് വർക്കായിരിക്കാം. അപ്പോൾ അത് ഡിഫറെൻറ്റ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സീരിയൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ഏതൊക്കെയാണ് വർക്ക് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യാം. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഇൻവൈറ്റ് ചെയ്യുന്നതായിരിക്കും ടെൻഡർ എന്നുള്ളത്. എല്ലാം കൂടി ഒന്നിലായിരിക്കാൻ കൊടുക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു വർക്കിൻ്റെ എന്ത് പ്രോജക്റ്റാണ്, ആ ഒരു വർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ അവർക്ക് മെൻഷൻ ചെയ്യുക. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ക്ലോസ് ഇവരുടെ ഈ കമ്പനിയുടെ കോൺട്രാക്റ്റിൻ്റെ, ഇപ്പോൾ യൂഷ്വലി ഇവരുമായിട്ട് കോൺട്രാക്റ്റിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ക്ലോസസിനെ പറ്റിയിട്ട് അറിയായിരിക്കും. പക്ഷേ അതിൽ ഇനി അവരൊരു പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഫ് ദർ ഈസ് എനി കൈൻഡ് ഓഫ് ചേഞ്ചസ്, എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് അവർ ആ ഒരു ക്ലോസസിൽ റിവൈസ് ചെയ്യാമെന്ന് വിചാരിക്കുക. ക്ലോസസ് എന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് മെൻഷൻ ചെയ്യുക അതിൻ്റെ അകത്ത്. പിന്നെ അവർക്ക് ഓൺലൈൻ ബിഡിൻ്റെ ആ ഒരു ബിഡിൻ്റെ സെയിലിൻ്റെ ഡെഡ് ലൈൻസ് ഉണ്ടാവും, ഡേറ്റുകൾ എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡെഡ് ലൈൻസാണ് ഏറ്റവും ലാസ്റ്റ് അവർ ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ അകത്ത്. ഓൺലൈൻ ടെൻഡർ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ബിഡ് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അവർ. സബ്മിഷൻ്റെ ഡേറ്റ്, അതിൻ്റെ സെയിലിൻ്റെ ഡേറ്റ്, അത് എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡേറ്റുകളൊക്കെ ആയിരിക്കും അവർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇതാരാണ് ഈ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ചീഫ് എഞ്ചിനീയർ, അത് ചിലപ്പം മാനേജറാവാം, അങ്ങനെ ആരെങ്കിലും ആയിരിക്കാം കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ആരാണോ ഈ നോട്ടീസ് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇതൊരു അതോറിറ്റിയാണ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് പേഴ്സണാണ് ഈ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ താഴെ കൊടുക്കണം. പിന്നെ ഇതൊരു അതായത് നമ്മൾ പോസ്റ്റൽ വഴി എല്ലാം വിചാരിക്കുക, ഇമെയിൽ വഴി മെയിൽ ചെയ്തിട്ടോ അങ്ങനെ ഈ ബിഡാണ് ഇല്ലെങ്കിൽ ഈ ടെൻഡറാണ് എന്നുണ്ടെങ്കിൽ അവൻ നമുക്ക് നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഏതാണെന്നുള്ളത് വെബ് അഡ്രസ്സ് അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടി വരുമായിരിക്കും, അത് നമുക്ക് കൊടുക്കാം. ഇനി ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്കിതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്രസ്സും ഡീറ്റെയിൽസും ഒന്നിക്കോ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡി അഡ്രസ്സ് അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു നോട്ടീസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഒരു ടെൻഡർ നോട്ടീസിൻ്റെ അകത്ത് വരുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടെൻഡർ ഡോക്യുമെൻറ്റ് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും കാണിക്കാം. ടെൻഡർ നോട്ടീസ് എങ്ങനെയാണെന്നും അതിൽ മെയിനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളത്, നിങ്ങൾ ഈ ഒരു നോട്ടീസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ എൻട്രീസ് അതിൻ്റെ അകത്ത് വേണമെന്നുള്ളത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം ടെൻഡർ ഡോക്യുമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ. എല്ലാം നിങ്ങൾ മാർക്കിനെ നോക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഒരു തവണ ചോദിച്ചിട്ടുള്ളത് ഈ ടെൻഡർ നോട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാവും ഒരു തവണ ചോദിച്ചേക്കുന്നത് യൂണിവേഴ്സിറ്റി എക്സാമിന്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ടെൻഡർ നോട്ടീസ് എന്ന് പറയുമ്പോൾ അത് വിത്ത് ആൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കുക. പക്ഷെ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന എൻട്രീസ് ഉണ്ടാവില്ല. അപ്പോൾ പേരും കാര്യങ്ങൾക്കൊന്നുമല്ല അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം എന്നുള്ളതായിരിക്കും. അപ്പോൾ അത് സ്പെസിഫൈ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ടെൻഡർ നോട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കേണ്ടത്. അപ്പോൾ ടെൻഡർ ഡോക്യുമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാലും ഈ ടെൻഡർ നോട്ടീസ് എന്താണെന്നുള്ളതിൻ്റെ ഒരു സ്മോൾ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കണം. അതായി പറഞ്ഞു വരുന്നത്. ഇനി നെക്സ്റ്റ് ഈ ടെൻഡറുമായിട്ട് വരുന്ന ഒരു പ്രൊസീജിയറാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ. ഒരു എങ്ങനെ ഒരു കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ടെൻഡർ സെലക്ട് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറാണ് ദിസ് പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ. സോ the competence of a contractor to handle contract of a certain size and type is determined beforehand. നമ്മൾ ഒരു കോൺട്രാക്ടറെ ഫിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ടെൻഡർ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അവർ ക്യാപ്പബിൾ ആണോ എന്നുള്ളതിനെ പറ്റി നമ്മളൊന്ന് വിലയിരുത്തണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ദ കോമ്പിറ്റൻസ് ഓഫ് എ കോൺട്രാക്ടർ ടു ഹാൻഡിൽ കോൺട്രാക്ട് ഓഫ് സർട്ടൻ സൈസ് ആൻഡ് ടൈപ്പ് ഈസ് ഡിറ്റർമൈൻഡ് ബിഫോർ ഹാൻഡ്. അവർക്ക് കൊടുക്കുന്നതിന് മുന്നേ നമ്മളത് ഡിറ്റർമിൻ ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് ഇൻവൈറ്റിംഗ് ടെൻഡേഴ്സ് പബ്ലിക്കലി, the intending tenders can be invited to apply for a selection and a registration as a qualified tender. ഒരു ക്വാളിഫൈഡ് ടെൻഡറെ ചൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പബ്ലിക്കലി ടെൻഡർ വിളിക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്, ഒരു സെലക്ഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ രജിസ്ട്രേഷന് അവരെ വിളിക്കുകയാണ്. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദേ ഹാവ് ടു പ്രൊവൈഡ് സർട്ടൻ ഇൻഫർമേഷൻസ്. അവർക്ക് ചില ഇൻഫർമേഷൻസ് ആ ഒരു ടൈമിൽ കുറച്ച് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും.
On the basis of those informations we can select the best person. നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഒരു ബെസ്റ്റ് കോൺട്രാക്ടറിനെ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഓർഗനൈസേഷനെ എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും, സെലക്ട് ചെയ്യാൻ പറ്റും. ഫോർ ദാറ്റ് ദർ വിൽ ബി എ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ്. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ കുറേ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസൊക്കെ സ്പെസിഫൈ ചെയ്യേണ്ടതായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവും ഈ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ. സോ എ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് ഈസ് സപ്ലൈഡ് ടു ദം ഫോർ ദിസ് പർപ്പസ്. ഈ ഒരു പർപ്പസസിന് വേണ്ടി നമ്മളൊരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റ് പ്രൊവൈഡ് ചെയ്യും. ഓണർ ആൻഡ് ഹിസ് എഞ്ചിനീയർ റിവ്യൂ ദ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ കോൺട്രാക്ടേഴ്സ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല, ഈ ഒരു ഫോമാറ്റിൽ അവർ അവരുടെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിന് ഓണറും ഒരു എഞ്ചിനീയർ ഒരു ടീം ഫോം ചെയ്തിട്ടുണ്ടാവും ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഓണറും എഞ്ചിനീയറും ചേർന്നുള്ള ആ ഒരു ടീം എന്ന് പറയുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻസും വർക്ക് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻസ് പ്രൊവൈഡഡ്, അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ്റെ ബേസിസിൽ അവരത് ഇവാലുവേറ്റ് ചെയ്യും. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ക്വാളിഫൈഡ് ടെൻഡറെ ആയിരിക്കും എന്ത് ചെയ്യുക അവർ ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയും ആ ഒരു പ്രോസസ്സിനെയാണ് ഈ പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി എന്തൊക്കെയാണ് ആ ഒരു ഫോമാറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫോമാറ്റിൽ എന്തൊക്കെ ഇൻഫർമേഷൻസാണ് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഒന്ന് പാസ്റ്റ് എക്സ്പീരിയൻസ്, മേജർ വർക്ക്സ് ഓൺ ഹാൻഡ്, technical personnel engaged, the financial capacity, equipment at disposal, list of works already completed. അപ്പോൾ അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി ഇപ്പോൾ അവർ ഹോൾഡ് ചെയ്യുന്ന വർക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്, ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ അവരുടെ മേജർ വർക്ക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ടെക്നിക്കൽ പേഴ്സൺസ് ഏതൊക്കെ ടെക്നിക്കൽ പേഴ്സൺസ് അവരുമായിട്ട് എൻഗേജ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ, അവരുമായിട്ട് ടൈപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി എങ്ങനെയാണ്, ഓരോന്നിൻ്റെ ഡിസ്പോസൽ എക്യുപ്മെൻറ്റ് ഡിസ്പോസൽ എങ്ങനെയാണ്, അവരില്ലെങ്കിൽ അവരുടെ കയ്യിലെ പ്ലാന്റ് ആൻഡ് ടൂൾസ് മെറ്റീരിയൽസ് അവർ യൂസ് ചെയ്യുന്നത്, അങ്ങനെ അവരുടെ ഏകദേശം ഒരു ഇൻഫർമേഷൻസ് ഒരു ബേസിക് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും. ആ കളക്ട് ചെയ്യുന്നതിനാണ് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫോമാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ബ്ലാങ്ക് ടെൻഡർ ഫോംസ് ആർ ദെൻ ഇഷ്യൂഡ് ഓൺലി ടു ദോസ് കോൺട്രാക്ടേഴ്സ് ഹു ഹാവ് ദ ആഡിക്വേറ്റ് എക്സ്പീരിയൻസ് ആൻഡ് കപ്പാസിറ്റി. അങ്ങനെ ഇവർ ഒരാളെ അല്ല അവർ സെലക്ട് ചെയ്യുന്നത്, അതായത് ഒരുപാട് ആൾക്കാരിൽ നിന്ന് നമ്മൾ ഷോർട്ട് ചെയ്യുക എന്ന് പറയില്ലേ, കുറച്ച് ആൾക്കാരെ കുറച്ച് പേരെ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെയാണ് ഈ ഒരു പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ ടെൻഡർ പ്രൊവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബിഡ് പ്രൊവൈഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യുന്നതിന് പകരം ഒരു ആദ്യം തന്നെ എന്ത് ചെയ്യുക, അവരുടെ ഒരു ബേസിക് ഇൻഫർമേഷൻ്റെ ബേസിസിൽ, അതായത് നമുക്ക് ചെയ്യേണ്ട ഒരു വർക്കിൻ്റെ അല്ല, അവർ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു വർക്കിൻ്റെയും അവരുടെ കയ്യിലുള്ള വർക്കിൻ്റെയും ഒക്കെ ബേസിസിൽ അവരൊന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് സെലക്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർക്കായിരിക്കും എന്ത് പ്രൊവൈഡ് ചെയ്യുക, ഈ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ടെൻഡർ ഫോം പ്രൊവൈഡ് ചെയ്യാം. ഇനി അവർ ഈ ടെൻഡർ ഫോം അലോങ് വിത്ത് ടെൻഡർ ഡോക്യുമെൻ്റ് ആയിരിക്കും ബിഡായിട്ട് അല്ലെങ്കിൽ നോട്ടീസ് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സബ്മിറ്റ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ അതൊരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലത്തെ ഒരു പ്രൊസീജിയർ എന്ന് പറയാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഈ പ്രീ ക്വാളിഫിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കാം, ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉള്ളത്. അന്ന് സീനിയേഴ്സിൻ്റെതും പിന്നെ അവരുടെ തന്നെ സപ്ലിയുടെ ക്വസ്റ്റ്യൻ പേപ്പറും. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 2019 ഒക്ടോബറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് ഈ ഒരു ടെൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. 2ഉം 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ടെൻഡർ എന്താണെന്നുള്ളത് പറയാനും, ഇൻഡിക്കേറ്റ് ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ ടെൻഡർ നോട്ടീസ് വിത്ത് ആൻ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു ടെൻഡർ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ഇൻഫർമേഷൻസ് ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടെൻഡർ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു ടെൻഡർ നോട്ടീസ് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നിട്ടുമുണ്ട്. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഈ ടെൻഡർ നോട്ടീസ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഡർ എന്താണെന്നുള്ളത്, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് 10 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ടെൻഡർ എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിൽ വേണമെങ്കിൽ ടെൻഡർ ഫോം എന്താണെന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം ടെൻഡറിൻ്റെ കൂടെ. ഇനി നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്താണെന്നുള്ളത് എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെൻഡർ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ടെൻഡർ നോട്ടീസ് ഇഷ്യൂഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോർ കോളിംഗ് ടെൻഡേഴ്സ് ഫോർ എക്സിക്യൂഷൻ ഓഫ് സം വർക്ക്, ഒരു വർക്കിൻ്റെ എക്സിക്യൂഷന് വേണ്ടി ടെൻഡർ വിളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നോട്ടീസിനെയാണ് എന്ത് പറയുന്നത്, നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറിൽ എസെൻഷ്യലായിട്ട് വേണ്ടത്? ഞാൻ പറഞ്ഞു നേരത്തെ, ഓരോ ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ടെൻഡർ നോട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫോമാറ്റും സ്റ്റൈലിലൊക്കെ
ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ഒരു ഓർഗനൈസേഷൻ അവരുടേതായ രീതിയിലായിരിക്കും അത് ഫോം ചെയ്യുന്നുണ്ടാവുക. പക്ഷേ അതിലുണ്ടാവുന്ന എൻട്രീസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാത്തിൻ്റെ അകത്തും എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും വരിക. അപ്പോൾ എസെൻഷ്യലി എന്തൊക്കെ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എസെൻഷ്യലി നോക്കുകയാണെങ്കിൽ ആ ഒരു ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഒരു അതോറിറ്റി ഇൻവൈറ്റിംഗ് ടെൻഡർ പറഞ്ഞായിരുന്നു, അത് വേണം. അതിൻ്റെ അകത്ത് വർക്കിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വേണം, ഒരു എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഏകദേശം എത്രയായിരിക്കും വരിക എന്നുള്ളതിനെ പറ്റിയിട്ട് അവർ കൊടുത്തിട്ടുണ്ടാവും. പ്രോബബിൾ എമൗണ്ട് ഓഫ് കോൺട്രാക്ട്, അതിൻ്റെ ഒരു അത് പ്രോബബിൾ ആയിരിക്കും, കറക്റ്റ് എക്സാക്റ്റ് ആവണമെന്നില്ല, ഒരു എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ളൊരു കോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ടെൻഡർ ഫോമിൻ്റെ ഒരു പ്രൈസ്, അത് ഡോക്യുമെൻറ്റിൻ്റെ പ്രൈസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഏകദേശം എത്രയാണ് വരിക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. സെക്യൂരിറ്റി ഡിപ്പോസിറ്റ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ് ഇവരെടുക്കുന്നത്, ആക്സെപ്റ്റൻസ് ഇവാലുവേഷൻ ഓഫ് ടെൻഡർ ഏത് പ്രോസസ്സിൻ്റെ ബേസിസിലാണ് വരിക, റിട്ടൻഷൻ മണി എന്താണ്, ടൈം ഓഫ് കംപ്ലീഷൻ ഏകദേശം എത്രയായിരിക്കും ടൈം വരിക എന്നുള്ളത്. പിന്നെ ഈ ടെൻഡറിൻ്റെ സെയിലിൻ്റെ ലാസ്റ്റ് ഡേറ്റും ടൈമും പ്രിസ്ക്രൈബ് ചെയ്യും. സബ്മിഷൻ ഓഫ് ടെൻഡറിൻ്റെ ലാസ്റ്റ് ഡേറ്റും ടൈമും കൊടുക്കും. ടെൻഡർ ഓപ്പണിങ്ങിൻ്റെ ഡേറ്റും ടൈമും എപ്പോഴാണെന്നുള്ളത് പ്രിസ്ക്രൈബ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കണം. ഒരു നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ അല്ലെങ്കിൽ ടെൻഡർ നോട്ടീസിൻ്റെ അകത്ത് ഇത്രയും എൻട്രീസ് എന്തായാലും ഉണ്ടാവും. ഏതൊരു ടെൻഡർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്രയും എൻട്രീസ് നമുക്ക് എന്തായാലും അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഇൻവൈറ്റിംഗ് ടെൻഡർ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അതെന്താണെന്ന് പറയാം, അതിനുശേഷം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന മെയിൻ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി നിങ്ങൾക്കൊരു വിത്ത് ആൻ എക്സാമ്പിൾ വെച്ചിട്ടാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാമായിരിക്കും. അത് നിങ്ങളുടേതായ രീതിയിൽ. ഇപ്പോൾ എല്ലാ ഡീറ്റെയിൽസും നമുക്കിപ്പോൾ ഇതുപോലെയൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കുറേ എൻട്രീസ് പറഞ്ഞല്ലോ, അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങളെങ്കിലും ആ ഒരു നമ്മൾ കൊടുക്കുന്ന എക്സാമ്പിളിൻ്റെ അകത്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെന്നുള്ളത് അതിവിടെ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചാബ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സാണ്, ആ ഫെഡറേഷൻ ലിമിറ്റഡ് ആണ് ഇത് ഇൻവൈറ്റ് ചെയ്യുന്നത്, അത് കൊടുത്തിട്ടുണ്ട് അവർ. പിന്നെ ഏത് പർച്ചേസ് ആൻഡ് സപ്ലൈ ഓഫ് ഫോളോയിങ് ഐറ്റംസിന് വേണ്ടിയാണ് അവർ ടെൻഡർ വിളിക്കുന്നതെന്നുള്ളത് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ സീരിയൽ നമ്പർ ഇട്ടിട്ട് ഏതൊക്കെയാണ് വർക്ക് എന്നുള്ളത് അവർ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടെൻഡർ കോസ്റ്റ്, അത് ഞാൻ പറഞ്ഞ ടെൻഡർ ഫോമിൻ്റെ ഡോക്യുമെൻറ്റിൻ്റെയൊക്കെ എമൗണ്ട് എത്രയാണെന്നുള്ളത്, ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഏകദേശം എത്ര വരും എന്നുള്ളത്, ഏകദേശം ഡ്യൂറേഷൻ എന്നുള്ളത്, അതൊക്കെ അവരുടേതായ ഒരു ടെക്നിക്കൽ ടേംസിലായിരിക്കും അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ഉണ്ടോ ഡേറ്റ് ആൻഡ് ടൈം ഫോർ സെയിൽ അല്ലെങ്കിൽ ഡൗൺലോഡിങ്, ഈ ടെൻഡേഴ്സ് ഉണ്ടാവുമായിരിക്കും, അതിൻ്റെ ഒരു ഫോം കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഡേറ്റ് എപ്പോഴാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യേണ്ടതിനുള്ള ഈ ടെൻഡേഴ്സ് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോൾ, ഡെഡ് ലൈൻ എപ്പോഴാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ടെൻഡർ ഓപ്പണിംഗ് എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ടാവില്ല, ഇതൊക്കെ തുറന്ന് നോക്കണ്ടേ, എന്നിട്ടായിരിക്കുമല്ലോ നമ്മൾ ഇതിൽ ബെസ്റ്റ് ചൂസ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ ഡേറ്റും ടൈം എപ്പോഴാണെന്നുള്ളത് അവർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ഇനി എന്തെങ്കിലും ഫർദർ ഡീറ്റെയിൽസിന് ആരെ കോൺടാക്ട് ചെയ്യണം, ഇനി ഇവരെ ഇവാലുവേഷൻ പ്രോസസ്സിൻ്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഈ ഒരു ഓർഗനൈസേഷനെ പറ്റില്ല അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അത് ടെൻഡർ പ്രോസസ്സിങ് ഫീസ് ഉണ്ടാവും, അത് റീഫണ്ട് ചെയ്യില്ല എന്നുള്ളത്, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റീഫണ്ട് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് മെൻഷൻ ചെയ്യാതിൻ്റെ അത്. പിന്നെ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ആരാണോ ഈ ഇൻവൈറ്റ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ഓതറൈസ്ഡ് പേഴ്സൺ ആണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിപ്പോൾ ആരാണ്, മാനേജർ, പർച്ചേസ് മാനേജറാണ് ഈ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അവരുടെ ഒരു ഡെസിഗ്നേഷനും കാര്യം കൂടെ നമ്മളിതിൽ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു കൈൻഡ് ഓഫ് ടെൻഡർ നോട്ടീസാണ്. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു വേറൊരു ഫോമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയുള്ളത്, ടെൻഡർ ഡോക്യുമെൻറ്റിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ട്, ആ ഒരു ടെൻഡറിൻ്റെ ഏകദേശം എസ്റ്റിമേറ്റഡ് എമൗണ്ട് എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഒരു വർക്ക് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. EMD ഏർണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഏകദേശം എത്ര വരും, അതിൻ്റെ ആ ഒരു ടെൻഡർ സെയിലിൻ്റെ ഡേറ്റ് എപ്പോഴാണത് ഡൗൺലോഡ് ചെയ്യുക, ആ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. സബ്മിഷൻ്റെ ഡേറ്റ്, ഇത് ഒഫീഷ്യലി ടെക്നിക്കലി അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഓപ്പണിംഗ് എപ്പോഴാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല ഇവരുടെ ഇൻഫർമേഷൻസും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. ഒന്നുകിൽ ഈ ഒരു ഫോമാറ്റ്, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചു വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോമാറ്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ഈ കോളങ്ങളിൽ വരുന്ന സാധനങ്ങളുണ്ടല്ലോ, ആ ഒരു ഹെഡ്ജിങ്ങുകൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ താഴെയുള്ളത് എന്തോ ആവട്ടെ, അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും വാല്യൂസൊക്കെ അങ്ങ് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ ആ ഒരു മുകളിൽ വേണ്ടുന്നതും അങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ്റിനല്ല, അതിൻ്റെ ഒരു ഫോർമാറ്റ്, ആ ഒരു ഫോർമാറ്റ് പഠിച്ചു വെക്കുക. കാരണം അത് ചോദിച്ചിട്ടുണ്ട്, വിത്ത് ആൻ എക്സാമ്പിൾ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
ഇനിയിപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടെൻഡർ എന്താണെന്നുള്ളത് പറഞ്ഞു, എന്തൊക്കെയാണ് ഒരു ടെൻഡർ നോട്ടീസിൽ വരുന്ന ടെൻഡർ നോട്ടീസ് എന്താണെന്നുള്ളതും ടെൻഡർ നോട്ടീസിനകത്ത് വരുന്ന എൻട്രീസ് എന്താണെന്നുള്ളതും അതൊരു എക്സാമ്പിൾ വെച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10 മാർക്കിനുള്ള സംഭവം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടേതായ രീതിയിൽ മനസ്സിലാക്കിയതുപോലെ വെച്ച് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ടെൻഡർ ഡോക്യുമെൻറ്റ് ആൻഡ് വാട്ട് ജനറൽ ഇൻഫർമേഷൻ ഷുഡ് ബി ഫോർണിഷ്ഡ് ഇൻ സച്ച് ഡോക്യുമെൻറ്റ്സ്. ഒരു ടെൻഡർ ഡോക്യുമെൻറ്റ് എന്താണെന്നും എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആ ഒരു ടെൻഡർ ഡോക്യുമെൻറ്റിൽ ഫർണിഷ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ചോദിച്ചേക്കാം. അതും 10 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ ആദ്യം നിങ്ങൾ ടെൻഡർ എന്താണെന്നുള്ളത് പറയുക, ടെൻഡർ ഡോക്യുമെൻറ്റ് എന്താണെന്നുള്ളത് പറയുക. ടെൻഡർ ഡോക്യുമെൻ്റ് അത് വരുന്ന ആ ഒരു 12 എൻട്രീസ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്, ആ ഓരോന്നും ആ എൻട്രീസ് മുഴുവൻ എഴുതുക. അതിനുശേഷം ടെൻഡർ നോട്ടീസ് എന്താണെന്നുള്ളത് ഇപ്പോൾ നമ്മൾ വേറെ പഠിച്ചു, ടെൻഡർ നോട്ടീസ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് ഷോർട്ടായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ടെൻഡർ ഫോം എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു, ആ ടെൻഡർ ഫോം പറയുക. ഇനി ജനറൽ കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ 1-2 സെൻറ്റൻസുകളിലായിട്ട് ഓരോ ടെക്നിക്കലായിട്ടുള്ള എൻട്രീസും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അങ്ങനെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് ടെൻഡർ ഡോക്യുമെൻറ്റ് എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും അതൊരു 10 മാർക്കിനുള്ളതായി. വെറുതെ ആ ഒരു എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് വെറുതെ അതിൻ്റെ പേര് മാത്രം എഴുതിയാൽ പോരാ, 1-2 സെൻറ്റൻസസിൽ ആ ഓരോ എൻട്രീസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് തന്നെയാണ് എനിക്ക് ഈ ടെൻഡർ നോട്ടീസ് പറയുമ്പോഴും പറയാനുള്ളത്. ആ ഒരു എക്സാമ്പിളും കാണിക്കണം, അതിൽ വരുന്ന അത് കണ്ടെയ്ൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു, ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പേര് മെൻഷൻ ചെയ്യുക, അതെന്താണെന്നുള്ളത് ചെറിയ നിങ്ങളുടേതായ വാക്കുകളിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ആ ഒരു 10 മാർക്കിനുള്ളതാവും. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ചെറിയ മാർക്കിനൊന്നുമല്ല ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അധികവും 10 മാർക്കിന് 15 മാർക്കിനുള്ള ഒറ്റയടിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത്രയും ക്വാണ്ടിറ്റീസ് ഓഫ് എന്താ പറയുക, നമ്മൾ കണ്ടൻറ്റ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. ആ ഒരു കാര്യം ഓർമ്മയുണ്ടാവണം പഠിക്കുമ്പോഴും. അപ്പോൾ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ടെൻഡർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ ഒരു ഏരിയയൊക്കെ ഇപ്പോൾ കവർ ആയിട്ടുണ്ട്. സോ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.